ഹലോ, വെൽക്കം ടു ഫുഡിൻഷി. ഞാനിവിടെ ഒരു കൈബീസൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിന് 4 കോഴിമുട്ടുണ്ട്, പിന്നെ 1 കപ്പ് മൈദ, ഏലക്ക പൊടിച്ചത്, അതുപോലെ തന്നെ പഞ്ചസാര, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ അതിലേക്ക് വേണ്ടുള്ളൂ. ആദ്യം നമുക്ക് കോഴിമുട്ട ഒന്ന് അടിച്ചെടുക്കാം. 4 കോഴിമുട്ട വീഴ്ത്തിയിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയൊക്കെ നമ്മളെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. കൂടുതൽ മധുരം ഇടുന്നതിനാണെങ്കിൽ ഒരു കണക്കായ മധുരമാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. 1 നുള്ളി ഉപ്പ്, 1 നുള്ളി ഏലക്കായ പൊടിച്ചത്, ഇത്രയും സാധനങ്ങളെ വേണ്ടുള്ളൂ. ഇത് നന്നായി അടിച്ചെടുക്കുക. കയ്യിൽ വെച്ചിട്ട് അടിച്ചെടുത്താൽ ഇത് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു നല്ലൊരു ടീസ്പൂൺ വെച്ചിട്ട് അടിച്ചെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഈ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായി ചേർത്തെടുത്താൽ മതി. ഈ മൈദ ഇതിൽ ചേരുന്നവരെ ചേർത്തെടുത്താൽ കൈവച്ചിട്ട് ചേർത്താലും മതി, അപ്പോൾ നന്നായി ചേർന്ന് വരും. നമുക്ക് നന്നായി ചേർത്തെടുക്കാം. ഇതിലിങ്ങനെ കിട്ടിയാൽ മതി. അങ്ങനെ കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനൊരു പാത്രം ഉണ്ടെങ്കിൽ കൈവീസൽ ഉണ്ടാക്കി എടുക്കാൻ എളുപ്പട്ടോ. ഇപ്പം ഇങ്ങനെ വേണമെന്നില്ല, കോഴിമുട്ടൻ്റെ തോട് ബാക്കിൽ പൊട്ടിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ സുഖമാണ്. കൈവീസൽ നമുക്ക് വേഗം ഉണ്ടായി വരും. ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. തിരിച്ചിട്ട് കൊടുക്കുക. ഞാനെടുത്ത കണക്കെടുത്താൽ മതി, വെള്ളം കണക്കാവും. ഇതിങ്ങനെ പൊരിച്ച് കോരാൻ നമുക്ക് മുരിയാൻ ആ ഭക്ഷണം കൂടി മരിഞ്ഞിട്ട് കോരിയെടുക്കാം. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചുകൂടെ ഇതേമാതിരി എല്ലാം നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. കൈമലേക്ക് ചൂട് കയറുമൊന്നുമില്ല. അങ്ങനത്തെ പാത്രം ഉണ്ടായ സുഖമാണ്. ഇനി അതൊക്കെ ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. പെട്ടെന്ന് മുരിഞ്ഞ് വരും. നല്ല ഭംഗിയുണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. നമുക്കിനി ഇതൊക്കെ ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ ഒന്ന് കൈവീസൽ ഉണ്ടാക്കി നോക്കട്ടെ. നല്ല ടേസ്റ്റും ഉണ്ടാവും. നമ്മളെ ചായക്കൊക്കെ വൈകുന്നേരമൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ കുട്ടികളൊക്കെ വരുമ്പോഴും സ്കൂളിൽ വരുമ്പോഴൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് പണ്ടൊക്കെ എങ്ങനെയാ വെച്ചാൽ ഈ കോഴിമുട്ടൻ്റെ ഇപ്പോഴും ഉണ്ടാക്കും കേട്ടോ. കോഴിമുട്ടൻ്റെ ബാക്കിൽ നിന്ന് ഒരു ഹോൾസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് മൂടി പിടിച്ചിട്ട് കോഴിമുട്ടയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ വിരലെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കും. അപ്പോൾ തന്നെ ചിരട്ടയ്ക്ക് ഇതേമാതിരി ചിരട്ടൻ്റെ ആ 3 കണ്ണിൻ്റെ അവിടെ ഒരു കണ്ണ് പൊട്ടിച്ചിട്ട് അതുകൊണ്ടും ഉണ്ടാക്കും. ഇതിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനത്തെ ഒരു ബോട്ടിലുണ്ടായാൽ നമുക്ക് കുറേ ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടോ? ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇപ്പോൾ ഒരു കപ്പിന് ഞാനിത് 12 എണ്ണ ഉണ്ട്. ഇതൊക്കെ പിന്നെ ചേർത്ത് ഇതേപോലൊക്കെ ലാസ്റ്റ് ഇട്ട് ഈ വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. 1 കപ്പ് മൈദ, അതുപോലെ തന്നെ 4 കോഴിമുട്ട, 1/4 കപ്പ് പഞ്ചസാര.
ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.